ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൃഷ്ണൻ്റെ ജന്മാഷ്ടമിയൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓടക്കുഴലും മയിൽപ്പീലിയൊക്കെ ആണല്ലോ ആദ്യം ഓർമ്മ വരിക. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുല്ലാങ്കുഴൽ ഉണ്ടാക്കാനായിട്ട് ഞാനിത് എടുത്തിരിക്കുന്നത് നമ്മുടെ ബീച്ചിലൊക്കെ ബബിൾസ് ഇങ്ങനെ ഊതി വിടുന്ന സാധനമില്ലേ, അതിൻ്റെ ആ ബോട്ടിൽ, കാലിയായിട്ടുള്ള ബോട്ടിലെടുത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടാവില്ലേ, അതും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പേപ്പർ ഉപയോഗിച്ച് ഈ ചെറിയ ബോട്ടിലൊന്ന് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വെട്ടി എടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പേപ്പർ. ഇതേ ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഫെവിക്കോൾ തേച്ചിട്ട് ഇത് നമ്മൾ ഈ ബോട്ടിൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലീനായിട്ട് ഒട്ടിച്ചിട്ടില്ല, അങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒരു പൊന്തി കിടക്കുന്ന പോലെ. ഇനി നമുക്ക് ബ്രൗൺ പെയിൻ്റ് ഇല്ല, അപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് നമ്മളിവിടെ ബ്ലാക്കും റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ബ്രൗൺ കളറാക്കി ഇനി കുഴൽ ഫുള്ളായിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊക്കെ അവിടെ പെയിൻറ്റൊക്കെ ആയി. ഓക്കെ, കുഴപ്പമില്ല. നമ്മളിത് ഇവിടെ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചു. ഇതൊന്ന് ഉണക്കാനെടുത്തു. ഇനി ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ടിൽ ടോപ്പിൽ ഒന്ന് ചെറുതായിട്ടൊരു 3 വരിയായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അതും നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും സെറ്റായി. ഇനി നെക്സ്റ്റ് നമ്മൾ ഗോൾഡൻ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് പുല്ലാങ്കുഴലിന് ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അത് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെയൊക്കെ അല്ലേ വളരെ സിമ്പിളായി പോയോ നമ്മുടെ പുല്ലാങ്കുഴൽ. അതിന് വേണ്ടി ഞാനിത് ഇവിടെ വലിയൊരു പേളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കിലുക്കുള്ള ഒരു മണിയും കൂടെ ഇവിടെ കൂട്ടി കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുല്ലാങ്കുഴൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മയിൽപ്പീലിൻ്റെ വർക്കിലേക്ക് കിടക്കാം. മയിൽപ്പീലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പേപ്പർ വാഴയിലാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മുടെ കളറിനും മാച്ചായി കിട്ടും. അപ്പോൾ ഇതുപോലുള്ളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിനുസ്സുള്ള പ്രതലം പുറത്ത് വരുന്ന രീതിയിൽ ഉള്ളിൽ ഇവിടെ ഈ ഒരു പരിപരുത്ത പ്രതലത്തിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു കട്ടി ഉണ്ടാവാൻ വേണ്ടിയാണ്. കൂടാതെ ഇവിടെ ഒരു മഞ്ഞ ചാർട്ടിൻ്റെ കഷ്ണവും പിന്നെ ഒരു A4 ഷീറ്റിൻ്റെ ഒരു വേസ്റ്റ് പേപ്പറായിട്ടുള്ള ഒരു A4 ഷീറ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഴയിലൊരു ഹാഫ് പോർഷൻ മതി. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ക്രോസായിട്ട് മടക്കിയിട്ട് ഒരു പെന്ന് കൊണ്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ എന്നിട്ട് ആ വരച്ചിട്ടുള്ള അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പ് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലൊരു ഹാർട്ട് ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മയിൽപ്പീലിയുടെ സെൻറ്റർ പോർഷനായിട്ട് എടുക്കുന്നത്. പിന്നെ വൈറ്റ് പേപ്പറിൽ ഒരു റാ പോലത്തെ ഒരു ഷേപ്പ് വരച്ച് വെട്ടുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ അതും ഇവിടെ മാറ്റി വെക്കുകയാണ് കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ 2 ഷേപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി യെല്ലോ പീസിലും കൂടെ നമ്മൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ വലുതായിട്ടൊന്ന് റാ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബോർഡറിൽ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചതൊക്കെ ഒന്ന് മായ്ച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കളേഴ്സൊക്കെ നമുക്കൊന്ന് കൊടുത്ത് സെറ്റാക്കി എടുക്കാം. ഏറ്റവും സെൻറ്ററിൽ വരുന്ന ഹാർട്ട് ഷേപ്പുള്ള പോർഷന്
ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഇനി വരുന്ന പോർഷന് ലൈറ്റ് ബ്ലൂ ആണ് വേണ്ടത്. അപ്പോൾ ലൈറ്റ് ബ്ലൂ ഇല്ല, ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതേ ഈ കളറിലാണ് കൊടുക്കുന്നത്. യെല്ലോന് ബോർഡറായിട്ട് ബ്രൗൺ കളർ സ്കെച്ച് കൊണ്ടാണ് കൊടുക്കുന്നത്. യെല്ലോൻ്റെ സെൻറ്ററിൽ ലൈറ്റ് ബ്ലൂ പിന്നെ ഡാർക്ക് ഹാർട്ട് ഷേപ്പും കൂടെ വെച്ചിട്ട് ഇനി ഒന്ന് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ മയിൽപ്പീലിയുടെ സെൻറ്റർ പോർഷൻ റെഡിയായി. ഇതിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനു മുമ്പ് ഞാൻ ഈ ലീഫിൻ്റെ ഷേപ്പിലുള്ളതിന് ചുറ്റും ഫെദേഴ്സ് പോലെ തൂവൽ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മയിൽപ്പീലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ഇനി സെൻറ്ററിൽ ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കട്ട് ചെയ്തത് കുറച്ചുകൂടെ ഒന്ന് കയറ്റി വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മയിൽപ്പീലി ഏകദേശം റെഡിയായി. ഇനി കുറച്ച് കളർ ഷെയ്ഡും കൂടി കൊടുക്കുകയാണ്. ഈ ഒരു ഗ്രീന് എടുക്കുന്നത് നമ്മുടെ മയിൽപ്പീലി പറയുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള കളറിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സെൻറ്ററിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗ്രീന് കൊടുക്കുന്നുണ്ട്. ഏതാണ്ടൊക്കെ നമ്മുടെ മയിൽപ്പീലി ഇതേ കളർഫുള്ളായി. ഇനി ഒരു ബ്രൗണ് കൊണ്ട് ഒന്നും കൂടെ എന്നിട്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബ്ലൂ കൂടെ ഒന്ന് ഫെദേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് ആവാറായി നമ്മുടെ മയിൽപ്പീലിയുടെ. അപ്പോൾ ഇതേ കളറിങ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ മയിൽപ്പീലി റെഡി ആവുന്നുണ്ട്. ഇനി മയിൽപ്പീലിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒരു സ്ട്രോ പോലെ നമ്മൾ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫൈനലി നമ്മുടെ മയിൽപ്പീലി റെഡിയായി, നമ്മുടെ ഓടക്കുഴലും റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.